നമുക്ക് ഏറ്റവും അധികം നിയന്ത്രണം ആവശ്യമുള്ള ഒരു വിഷയമാണ് ഭക്ഷണം കഴിക്കുന്നതിലുള്ള നിയന്ത്രണം. കാരണം അമിതമായി ഭക്ഷണം കഴിക്കുക, അമിതമായി വയറ് നിറയ്ക്കുക എന്നുള്ളതൊക്കെ മോശമായ സ്വഭാവമാണ് എന്ന് മാത്രമല്ല, ധാരാളം രോഗങ്ങൾ അതിലൂടെ ഉണ്ടാകും. മതപരമായ ഒരുപാട് കാര്യങ്ങളിൽ വീഴ്ച വരാനും അത് കാരണമായിത്തീരും. അങ്ങനെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനുമൊക്കെ ഉപദ്രവമുണ്ടാക്കുന്ന കാര്യമാണ് ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാതിരിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആളുകൾ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ, കളർഫുള്ളായ ഭക്ഷണങ്ങൾ, അതിനോട് താല്പര്യം കാണിക്കുന്നു. ധാരാളം സന്ദർഭങ്ങളിലായി ഭക്ഷണം കഴിക്കുന്നു, അമിതമായി കഴിക്കുന്നു. യൂട്യൂബ് ചാനലുകളിലും അതേപോലെയുള്ള പ്രോഗ്രാമുകളിലും അതൊരു വലിയ പ്രോഗ്രാമായി അവതരിപ്പിക്കുന്ന രൂപത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇത് നമുക്കൊക്കെ പാഠമാവണം, നമ്മളൊക്കെ ഹിഫ്ളാക്കി എപ്പോഴും ഓർത്തു വെക്കേണ്ടുന്ന ഒരു ഹദീസാണ്. അൽ മിഖ്ദാദ് ഇബ്നു മഅദി കരിബ റളിയല്ലാഹു തആല അൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, മാ മലഅ ഇബ്നു ആദമ വിആഅൻ ശർറൻ മിൻ ബത്നിഹി, ആദമിൻ്റെ മക്കൾ നിറയ്ക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശമായത് അവൻ്റെ വയറാണ് എന്നാണ്. അവിടെ നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കുകൾ: ഒന്ന് നിറയ്ക്കുക, മറ്റൊന്ന് പാത്രം, മൂന്നാമത്തത് മോശമായത്, നാലാമത്തത് വയറ്. അപ്പോൾ വയറിനെ ഒരു പാത്രമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിനെ ആളുകൾ നിറയ്ക്കുന്നു, ആദമിൻ്റെ മക്കൾ നിറയ്ക്കുന്നു. അങ്ങനെ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ഷർറായതായി തീരും നമ്മുടെ വയറ് എന്നാണ്. വളരെ ഗൗരവമുള്ള വാക്കാണ്. നമ്മുടെ വയറ് നിറയ്ക്കപ്പെടുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രമായിത്തീരും. എപ്പോഴാണത്? വയറ് നിറച്ച് എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുബിനി ആദം ഉക്കുലാത്ത് യുഖിംന സുൽബഹു. ശരിക്കും ആദമിൻ്റെ മക്കൾക്ക് അഥവാ മനുഷ്യന് 1, 2, 3 ഉരുളകൾ മതി, വളരെ കുറഞ്ഞ ഭക്ഷണം മതി അവന് നിവർന്ന് നിൽക്കാനും അവൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനും. കുറച്ച് ഭക്ഷണം മതി. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഫഇൻ കാന ലാ മഹാല, ഇനി ആ വളരെ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് മതിയാവുകയില്ല, ഒരു നിലക്കും നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഫസുലുസുൻ ത്വആം, വയറിൻ്റെ 1/3 നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ ഭക്ഷണമായിട്ട്. വസുലുസുൻ ഷറാബ്, 1/3 വെള്ളവും. വസുലുസുൻ ലി നഫ്സിഹി, 3ാമത്തെ ഭാഗം നിങ്ങൾ ലി നഫസിഹി, നിങ്ങൾ ശ്വാസമെടുക്കാൻ വേണ്ടി മാറ്റി വെക്കണം എന്നാണ്. അപ്പോൾ വയറിനെ 3 ഭാഗമാക്കി തിരിച്ചാൽ അതിൽ ഒരു ഭാഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി, 2ാമത്തെ ഭാഗം വെള്ളം കുടിക്കാൻ വേണ്ടി, 3ാമത്തത് ശ്വാസമെടുക്കാൻ വേണ്ടി. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വയറ് നമ്മൾ ഒരല്പമെങ്കിലും കാലിയാക്കി വെക്കണം. എന്നാൽ ശ്വാസമെടുക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ വയറ് നിറയ്ക്കുക, അത് തന്നെ യഥേഷ്ടം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക, അത് ഒരുപാട് രോഗങ്ങളുണ്ടാക്കും. അതാണ് ഷർറൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ ശരീരത്തിലുണ്ടാകും. അതിനു പുറമെ അങ്ങനെയുള്ള ആളുകളുടെ രോഗം കാരണത്താലും മറ്റു ആത്മീയമായ പ്രയാസങ്ങൾ കൊണ്ടും ദീനീപരമായ കാര്യങ്ങൾ, അതിൻ്റെ ഖുശൂഅ്, ദീന് പഠിക്കുന്ന വിഷയത്തിൽ ഉള്ള കാര്യങ്ങൾ, ഹിഫ്ളിൻ്റെ വിഷയത്തിൽ, ബുദ്ധിശക്തിയുടെ വിഷയത്തെ, ഇതിനെയൊക്കെ ഇത് ബാധിക്കും. മെമ്മറിയെ ബാധിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ദീനിൻ്റെ മേഖലകളിൽ തന്നെ ധാരാളമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് വിശ്വാസികൾ അതിലൊക്കെ അങ്ങേയറ്റത്തെ മിതത്വം ശീലിക്കണം. അത് പരിശീലിച്ചാലേ ഉണ്ടാവുള്ളൂ. വ്യക്തമായി ആത്മാവിനെ, മനസ്സിനെ നിയന്ത്രിച്ച്, നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിച്ച് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ കൃത്യമായൊരു നിയന്ത്രണവും മിതത്വവും നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കുക. ഈ ഹദീസ് എല്ലാവരും ഗൗരവപൂർവ്വം കണക്കിലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.